നമ്മൾ ഒരു 2-3 ദിവസത്തിനൊക്കെ കുടുംബസമേതം യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഏതാണെന്ന് പലരും ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു ട്രിപ്പിൻ്റെ വഴിയാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വഴി പറയാം. നമ്മൾ ഈ ഒരു വഴി പറയുന്നത് മലപ്പുറത്ത് നിന്ന് തുടങ്ങുന്ന യാത്രയാണ്. മലപ്പുറത്ത് നിന്ന് നമ്മൾ ആദ്യത്തെ ദിവസം നേരെ പാലക്കാട്, പൊള്ളാച്ചി, ഡിണ്ടിഗൽ നിന്ന് തൃച്ചിയിൽ ചെന്നിട്ട് അവിടെ നമ്മൾ രംഗനാഥ സ്വാമി ക്ഷേത്രമുണ്ട്. നല്ല മനോഹരമായ വലിയ ക്ഷേത്രം തന്നെയാണ് രംഗനാഥ സ്വാമി ക്ഷേത്രം. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ പാറക്കോട്ട് കോവിലുണ്ട്. ഉച്ചയോടുകൂടി അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ട് വൈകുന്നേരത്തോടുകൂടി നമുക്ക് തഞ്ചാവൂരിലെത്താം. തഞ്ചാവൂരിലെന്ന് അവിടെ ഹാൾട്ട് ചെയ്യാം. തഞ്ചാവൂരിൽ ബൃഹദേശ്വര ക്ഷേത്രം എന്ന് പറയുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മനോഹരമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ബൃഹദേശ്വര ക്ഷേത്രം. വൈകുന്നേരം നമ്മൾ റൂം ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നമുക്ക് അന്ന് വൈകുന്നേരത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് റൂമിലൊന്ന് സ്റ്റേ ചെയ്തിട്ട് രാവിലെ നമുക്ക് പിറ്റേ ദിവസം 2-ാം ദിവസം രാവിലെ ഒന്നുകൂടി വേണമെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് അത് കഴിഞ്ഞാൽ മറാത്ത പാലസ് ഉണ്ട്. അങ്ങനെ 1-2 ചെറിയ സംഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ചെട്ടിനാട് വഴി രാമേശ്വരത്തേക്കാണ് നമ്മുടെ 2-ാമത്തെ ദിവസം നമ്മൾ പോകേണ്ടത്. ആ പോകുന്ന വഴിക്ക് നമുക്ക് തിരുമയം ഫോർട്ട് ഉണ്ട്, അതുപോലെ ചെട്ടിനാട് പാലസുകളുണ്ട്. ചെട്ടിനാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ പാലസുകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വീടുകളാണ്. അതിസമ്പന്നമായ ഒരു സ്ഥലം, അതിപുരാതന കാലം മുതൽ സമ്പന്നമായ ഒരു സ്ഥലമാണ് ചെട്ടിനാട്. അപ്പോൾ ചെട്ടിനാട് പാലസൊക്കെ കണ്ടിട്ട് നമുക്ക് അവിടുത്തെ ചെട്ടിനാടൻ ചിക്കൻ കറിയും വളരെ ഫേമസ് ആണ്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തോടു കൂടി നമ്മുടെ പാമ്പൻ പാലം കണ്ടിട്ട് രാമേശ്വരത്ത് വന്നിട്ട് സ്റ്റേ ചെയ്യും. രാമേശ്വരത്ത് സ്റ്റേ ചെയ്യുമ്പോൾ കഴിയുന്നതും രാമേശ്വരം ക്ഷേത്രത്തിനോട് ചേർന്ന് സ്റ്റേ ചെയ്യാൻ നോക്കിയാൽ നമുക്ക് ഓൺലൈനൊക്കെ ബുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വൈകുന്നേരം നമുക്ക് നടന്ന് തന്നെ രാമേശ്വരം ക്ഷേത്രമൊക്കെ കാണാം. അതുപോലെ അതിൻ്റെ ചുറ്റുഭാഗം അവിടെ ഒരു പാപനാശി ഒരു കടലിനോട് ചേർന്നുണ്ട്. അവിടെ രാവിലെ സൂര്യോദയത്തോട് ചേർന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്നാനം ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ പോവാം. അത് കഴിഞ്ഞിട്ട് ഈ 3-ാമത്തെ ദിവസം 2-ാം ദിവസം നമ്മൾ രാമേശ്വരത്ത് വന്നു. 3-ാമത്തെ ദിവസം നമ്മൾ അവിടുന്ന് ധനുഷ്കോടി ഏറ്റവും മനോഹരമായ സ്ഥലമാണ്. ഇന്ത്യയുടെ ദക്ഷിണയിലെ ഈ തെക്കേ ഭാഗത്തുള്ള മുനമ്പ് എന്ന് പറയാം. അവിടുന്ന് ഏകദേശം 10-30 കിലോമീറ്റർ ദൂരെയുള്ള കടലിലൂടെ ശ്രീലങ്കയിലേക്ക്, ജാഫ്ന മുനമ്പിലേക്ക്. ഇപ്പോൾ നാഗപട്ടണത്ത് നമുക്ക് ശ്രീലങ്കയിലേക്ക് ഷിപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് ഇപ്പോൾ ഷിപ്പില്ല. പണ്ട് കാലത്ത് നമുക്ക് ഇവിടുന്ന് ഫെറി സർവീസ് ഉണ്ടായിരുന്നു ജാഫ്ന മുനമ്പിലേക്ക്. അവിടെ നമുക്ക് നേരെ കൊളംബോയിലേക്ക് ട്രെയിൻ വഴി ഒക്കെ പോകാമായിരുന്നു. അപ്പോൾ ധനുഷ്കോടിയുടെ കാഴ്ചകൾ കണ്ടിട്ട് അവിടെ രാമേശ്വരത്തുള്ള നമ്മുടെ ആരാധ്യനായ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമിൻ്റെ വീട് കാണാം. അതുപോലെ വേറെ 1-2 ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ അതുപോലെ ആദം നബിയുടെ മക്കളുടെ ഖബറുകളാണ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതൊക്കെ കണ്ടിട്ട് 3-ാം ദിവസം നമുക്ക് വൈകുന്നേരത്തോടു കൂടി അവിടുന്ന് നേരെ പുറപ്പെട്ടിട്ട് നമുക്ക് ഏർവാടിയൊക്കെ കണ്ടിട്ട് വൈകുന്നേരത്തോടു കൂടി തേനിയിലെത്താം. തേനിയിൽ ഹാൾട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം 4-ാമത്തെ ദിവസം നമ്മൾ തേനിയിൽ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ പോയാൽ നമുക്ക് മേഘമല എന്ന് പറഞ്ഞാൽ മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ട്. അധികം ആളുകൾ ചെല്ലാത്ത ഒരു ഹിൽ സ്റ്റേഷനാണ് മേഘമല. ആ മേഘമലയും കണ്ടിട്ട് അന്ന് തന്നെ തിരിച്ച് നമുക്ക് കമ്പം, കുമളി, ഇടുക്കി വഴി നാട്ടിലേക്ക് മടങ്ങാം. ഇങ്ങനെ ഒരു യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്ത് നോക്കും. നല്ല ഒരു 2-3 ദിവസത്തിന് വിവിധ സ്ഥലങ്ങൾ, അതായത് ക്ഷേത്രങ്ങളുണ്ട്, അതുപോലെ നല്ല മനോഹരമായ സ്ഥലങ്ങളുണ്ട്, പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം കൂടി കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴി നമുക്ക് ഇടുക്കി ഡാമൊക്കെ കണ്ടിട്ട്, ഇടുക്കി ഡാമും ഇതെല്ലാം ചെറുതോണി ഡാമൊക്കെ കണ്ടിട്ട് തിരിച്ച് നമുക്ക് നാട്ടിലേക്ക് എത്താം. അപ്പോൾ ഇങ്ങനെ ഒരു യാത്ര, നല്ല ഒരു യാത്ര, കുടുംബസമേതോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് സഹിതമൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല യാത്ര തന്നെയാണ് ഈ ഒരു പറയുന്ന യാത്ര. അപ്പോൾ അടുത്ത ഒരു ട്രിപ്പിൻ്റെ വഴികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ